ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ചീര വെച്ച് ഒരു വട തയ്യാറാക്കാം. സാധാരണ ചീര കൊണ്ട് മുളകൂഷ്യം, തോരൻ എന്നിവ വെക്കാറാണ് പതിവ്. ചീര കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ വട രൂപത്തിൽ ഉണ്ടാക്കി കൊടുക്കാം. ചീര കഴിച്ചാലുള്ള ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ചീരയാണ് എൻ്റെ ആഹാരം, അതിലാണ് എൻ്റെ ആരോഗ്യമെന്നും പാടി മസിലും വീർപ്പിച്ച് നടക്കുന്ന പോപ്പായ് കാർട്ടൂൺ എല്ലാ കാലത്തും കുട്ടികൾക്ക് പ്രിയപ്പെട്ടതാണ്. മുടി, ചർമ്മം, എല്ലുകൾ എന്നിവ ഉൾപ്പെടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും ആവശ്യമായ പോഷകങ്ങൾ ചീരയിൽ അടങ്ങിയിട്ടുണ്ട്. കലോറി വളരെ കുറവും നാരുകൾ വളരെ കൂടുതലുമായതിനാൽ ഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ മികച്ച ഒന്നാണ് ചീര കൊണ്ടുള്ള വിഭവങ്ങൾ. കുറഞ്ഞ ഗ്ലൈസിമിക് സൂചികയായതിനാൽ ചീര രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് സ്ഥിരപ്പെടുത്താൻ സഹായിക്കുന്നു എന്ന് പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട്. അതിനാൽ പ്രമേഹ രോഗികൾക്ക് ചീര ധൈര്യമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. കൂടാതെ ചീര ക്യാൻസർ വരാനുള്ള സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്നു. ചീരയിൽ അടങ്ങിയ ക്ലോറോഫിൽ എന്ന വർണ്ണകം ഭക്ഷണം വിഘടിപ്പിക്കുന്നതിനും മെച്ചപ്പെട്ട ദഹനത്തിനും കുടലിൻ്റെ ആരോഗ്യത്തിനും സഹായിക്കുന്ന എൻസൈമുകളുടെ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്നു. ചീരയിൽ എ, സി, കെ തുടങ്ങിയ വിറ്റാമിനുകളും ഇരുമ്പ്, കാൽസ്യം തുടങ്ങിയ ധാതുക്കളും അടങ്ങിയിട്ടുണ്ട്. 1 കപ്പ് ചീരയിൽ 250 മില്ലിഗ്രാം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾക്കൊപ്പം ഇത് കഴിക്കുന്നത് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം മെച്ചപ്പെടുത്തും. അതുപോലെ ദഹനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന മഗ്നീഷ്യവും ചീരയിൽ ധാരാളമുണ്ട്. 100 ഗ്രാം ചീരയിൽ 79 മില്ലിഗ്രാം മഗ്നീഷ്യം അടങ്ങിയിരിക്കുന്നു. ഇത് ഹൃദയാരോഗ്യത്തിനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കും. ചീരയിൽ അടങ്ങിയ പൊട്ടാസ്യവും ശരീരത്തിലെ സോഡിയത്തിൻ്റെ ബലങ്ങൾ കുറച്ച് ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു. ശരീരത്തിലെ ഊർജം ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് സഹായിക്കുന്ന ഇരുമ്പിൻ്റെ അംശവും ചീരയിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു. വിളർച്ച ഉള്ളവർ ചീര ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് ഇതുകൊണ്ടാണ്. ചീരയിൽ കാണപ്പെടുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളായ ല്യൂട്ടിൻ, സിയാസാക്തിൻ എന്നിവ കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. ഇത് കാഴ്ചശക്തി വർദ്ധിപ്പിക്കുകയും തിമിരം, പ്രായവുമായി ബന്ധപ്പെട്ട മറ്റ് നേത്രപ്രശ്നങ്ങൾ എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. കൂടാതെ ചീരയിൽ കാണപ്പെടുന്ന വിറ്റാമിൻ എ സാധാരണ കാഴ്ചയ്ക്ക് ആവശ്യമായ മ്യൂക്കസ് മെംബ്രെയിൻ നിലനിർത്തുന്നതിൽ ഗുണം ചെയ്യുന്നു. സൗന്ദര്യത്തിനും ചീര നല്ലതാണ്. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമായ ചർമ്മത്തെ യുവത്വത്തോടെയും ആരോഗ്യത്തോടെയും നിലനിർത്താൻ ചീരയ്ക്ക് കഴിവുണ്ട്. ഇതിൽ അടങ്ങിയ വിറ്റാമിനുകളായ എ, സി, ഇ എന്നിവ ചർമ്മത്തിന് വളരെ നല്ലതാണ്. കൂടാതെ ഇൻഫ്ലമേഷൻ കുറച്ച് മുഖക്കുരുവിനെതിരെ പോരാടാനും ചീര സഹായിക്കുമെന്ന് പറയപ്പെടുന്നു. ചീരയിൽ അടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചർമ്മത്തിൻ്റെ പ്രായം കുറയ്ക്കാനും സഹായിക്കും. ചുവന്ന ചീരയും പച്ചച്ചീരയും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസങ്ങളിലൊന്ന് അവയിൽ അടങ്ങിയിട്ടുള്ള ഓക്സലേറ്റുകളുടെ അളവാണ്. പച്ചച്ചീരയിൽ നിന്നും വ്യത്യസ്തമായി ചുവന്ന ചീരയിൽ ഓക്സലേറ്റുകൾ ഒന്നുമില്ല. അതിനാൽ വൃക്കയിൽ കല്ലുപോലുള്ള അവസ്ഥകൾ ഉള്ളവർക്ക് പച്ചച്ചീരയ്ക്ക് പകരം ചുവന്ന ചീര തിരഞ്ഞെടുക്കാം. ഇത്രയും ഗുണങ്ങളടങ്ങിയ ചീര നമ്മുടെ ദൈനംദിന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുമല്ലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. ഇനി ഈ വടയുണ്ടാക്കാൻ ആവശ്യമായ പ്രധാന ചേരുവകൾ ചീര, ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ് എന്നിവയാണ്. ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ഉഴുന്നുപരിപ്പും 1/4 കപ്പ് കടലപ്പരിപ്പും ചേർത്ത് വെള്ളമൊഴിച്ച് 2-3 പ്രാവശ്യം കഴുകുക. അതിനുശേഷം വെള്ളമൊഴിച്ച് 2 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കുക. കടലപ്പരിപ്പിന് പകരം വടപ്പരിപ്പും യൂസ് ചെയ്യാം. 2 മണിക്കൂറിന് ശേഷം പരിപ്പ് കുതിർക്കാൻ വെച്ച വെള്ളം മുഴുവൻ കളഞ്ഞെടുക്കുക. ഇനി ഇത് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ മിക്സി ജാറിലാണ് നമ്മൾ അരയ്ക്കുന്നത്, അതുകൊണ്ട് 2 പ്രാവശ്യമായി അരച്ചെടുക്കാം. പരിപ്പുകൾ ഒട്ടും വെള്ളം ചേർക്കാതെ തരുതരിപ്പായാണ് അരയ്ക്കേണ്ടത്. കൂടെ 1 സ്പൂൺ ഉപ്പും ചേർത്താണ് അരയ്ക്കുന്നത്. വെള്ളം ചേർക്കാതെ അരക്കാൻ എളുപ്പമായത് ചെറിയ മിക്സി ജാറായതുകൊണ്ടാണ് അതെടുക്കുന്നത്. അരയ്ക്കുമ്പോൾ ഉപ്പ് ചേർക്കുന്നത് ഉപ്പ് എല്ലായിടവും ഒരുപോലെ കലരാൻ സഹായിക്കും. ഇങ്ങനെ തരുതരിപ്പായി വേണം അരച്ചെടുക്കേണ്ടത്. പരിപ്പ് കുതിർന്ന വെള്ളത്തിൽ തന്നെ ഇത് അരയും. മാവ് അരച്ചത് മാറ്റിവെക്കുക. ഈ സമയം നമ്മൾക്ക് ഗ്യാസ് കത്തിച്ച് കടായിൽ എണ്ണ ചൂടാക്കാൻ വെക്കാം. എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് നമ്മൾക്ക് മാവിൽ ചേർക്കേണ്ട മറ്റു ചേരുവകൾ ചേർത്ത് കൊടുക്കാം.
ഒരു ചെറിയ തുണ്ട് ഇഞ്ചി അരിഞ്ഞത്, 2 പച്ചമുളക് പൊടിയായി അരിഞ്ഞത്, 1/2 സ്പൂൺ ജീരകം എന്നിവ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നൈസായി അരിഞ്ഞ ചീര 2 പിടി ചേർത്ത് കൊടുക്കാം. ഏതുതരം ചീര വേണമെങ്കിലും ചേർക്കാം. നമ്മൾ ഈ വട വളരെ പരമ്പരാഗത രീതിയിലാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് സവാള ചേർക്കുന്നില്ല. നിങ്ങൾക്ക് സവാള ഇഷ്ടമാണെങ്കിൽ ചേർക്കാം. ചീരയിൽ തന്നെ ധാരാളം വെള്ളമുള്ളതുകൊണ്ട് മാവ് ലൂസാവാൻ സാധ്യതയുണ്ട്. ഇത് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. ഉപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റേജിൽ ചേർത്താലും മതി, അരയ്ക്കുമ്പോൾ ചേർക്കണമെന്നില്ല. മാവ് കുറച്ച് കട്ടിയിലായിരിക്കണം. ഇനി ലേശം വെള്ളം കൂടി പോയാൽ പേടിക്കേണ്ട. ഒന്നുകിൽ ഉഴുന്നുമാവ് ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കടലമാവ് ലേശം ചേർത്താലും മതി. വടയ്ക്കുള്ള മാവ് തയ്യാറായി. ഇനി ഇത് ഇലയിലോ പ്ലാസ്റ്റിക് ഷീറ്റിലോ അല്ലെങ്കിൽ നല്ല കോട്ടൺ തുണിയിലോ, ഇനി അതുമല്ലെങ്കിൽ കയ്യിലോ പരത്താവുന്നതാണ്. കോട്ടൺ തുണിയിൽ പരത്തുമ്പോൾ മാവിലുള്ള അധികമുള്ള വെള്ളം തുണി വലിച്ചെടുത്തുകൊള്ളും. നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അങ്ങനെ ചെയ്യുക. ഇനി ഒട്ടും വട തട്ടാൻ കിട്ടുന്നില്ലെങ്കിൽ കണ്ണാപ്പ എണ്ണയിൽ മുക്കി അതിൻ്റെ ബാക്ക് സൈഡിൽ വട പരത്തി മെല്ലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ബിഗിനേഴ്സിന് കുറച്ചുകൂടി ഇതായിരിക്കും എളുപ്പം. നൈസായി വട തട്ടുക. നടുക്ക് ഉഴുന്നുവടയ്ക്ക് കുഴിയിടുന്നത് പോലെ ഒരു കുഴിയിട്ട് കൊടുക്കാം. ഇലയിൽ എണ്ണയോ വെള്ളമോ തടവി വട പരത്താം. ഇനി ഇത് ചൂടായ എണ്ണയിലേക്ക് പതുക്കെ ഇട്ട് കൊടുക്കുക. നമ്മൾ പരിപ്പുകൾ ഒന്നും പാതിയുമായാണ് അരച്ചത്. അതുകൊണ്ട് ഈ വട മൊരിഞ്ഞു വരുവാൻ 10 തൊട്ട് 12 മിനിറ്റ് സമയമെടുക്കും. ഗ്യാസ് സിമ്മിൽ വെച്ച് പൊരിക്കണം. എന്നാലേ ഉള്ളും പുറവും നന്നായി വേവുകയുള്ളൂ. വട ഹൈ ഫ്ലെയിമിൽ വെച്ച് ചുട്ടാൽ പുറം മുരിഞ്ഞിരിക്കും, പക്ഷേ ഉള്ളു ഒട്ടും വെന്ത് കാണില്ല. അതുപോലെ എണ്ണ ചൂടാവാതെ വടയിടുകയാണെങ്കിൽ വട മൊരിയാതെ കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടുകയില്ലെന്ന് മാത്രമല്ല, എണ്ണ ധാരാളം കുടിക്കുകയും ചെയ്യും. കടലെണ്ണയിൽ വട പൊരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലോ റിഫൈൻഡ് ഓയിലോ പൊരിക്കാവുന്നതാണ്. ആരോഗ്യത്തിന് നല്ലത് കടലെണ്ണയാണ്. വട ഇട്ടതും ഇളക്കാതെ 1 മിനിറ്റിന് ശേഷം മാത്രം തിരിച്ചിടുക, അല്ലെങ്കിൽ വട പൊട്ടിപ്പോവും. വടകൾ മൂത്തു വരുവാൻ കുറച്ച് സമയമെടുക്കും. ക്ഷമയോടെ വടകൾ പൊരിച്ചെടുക്കുക. എണ്ണയുടെ പത അടങ്ങി ഗോൾഡൻ കളറായാൽ കോരി മാറ്റുക. ഇങ്ങനെ എല്ലാ വടകളും ചുട്ടെടുക്കുക. ഈ മാവ് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം ചുടുമ്പോൾ വട നല്ലപോലെ പരത്താൻ കഴിയും. നിങ്ങൾക്ക് വേണ്ട വട ചുട്ടതിന് ശേഷം ബാക്കിയുള്ള മാവ് ഫ്രിഡ്ജിൽ വെച്ച് ആവശ്യാനുസരണം ചുട്ടെടുക്കാം. ഇനി ഇത് എണ്ണയിൽ പൊരിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല എന്നുണ്ടെങ്കിൽ ഇത് ദോശക്കല്ലിൽ അട പോലെ തട്ടി ചുട്ടെടുക്കാം. ലേശം എണ്ണ മേലെ തൂവിയാൽ മാത്രം മതി. നല്ല ക്രിസ്പി പോഷകഗുണങ്ങൾ നിറഞ്ഞ ചീരവട റെഡി. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ചട്നിയുടെ കൂടെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. ചിറ്റൂർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് ലൈല ഇഡ്ഡലിയുടെ കൂടെ ഒരു സ്പെഷ്യൽ ചട്നി കൊണ്ടുവരുമായിരുന്നു. അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും നാവിലുണ്ട്. ഈ ചട്നി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള, പച്ചമുളക്, തേങ്ങ, ഉപ്പ് എന്നിവ തരുതരിപ്പായി അരയ്ക്കുക. അരച്ച ചട്നിയിലേക്ക് നമ്മൾ വീട്ടിലാട്ടിയ വെളിച്ചെണ്ണയുണ്ടെങ്കിൽ അതൊഴിച്ച് നല്ല ടേസ്റ്റി ചട്നി തയ്യാറാക്കാം. ഇത് ഇഡ്ലിക്കും ദോശയ്ക്കുമെല്ലാം നല്ലൊരു സൈഡ് ഡിഷായി യൂസ് ചെയ്യാം. ഈ ചട്നി റെസിപ്പി പറഞ്ഞു തന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് 1000 നന്ദി. ഇനി ഇത് നമ്മൾക്ക് സെർവ് ചെയ്യാം. കൂടെ ഒരു ഗ്ലാസ് കടുപ്പത്തിലൊരു ചായയും കൂടി ഉണ്ടെങ്കിൽ കുശാലായി. ഇനി ഇത് നമ്മൾക്ക് കഴിച്ചു നോക്കാം. നല്ല ക്രിസ്പി ചീരവട എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.